രാജ്യത്തെ നികുതി പരിഷ്കരണത്തിന് GST കൗൺസിലിന്റെ പച്ചക്കൊടി. 5%, 18% എന്നിങ്ങനെ രണ്ട് നിരക്കുകളുള്ള നികുതി ഘടനയ്ക്കാണ് കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. രാജ്യത്തെ 175 ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്നാണ് സൂചന. 2025 സെപ്റ്റംബർ 22 മുതൽ പുതിയ സ്ലാബ് നിലവിൽ വരും. എല്ലാ സംസ്ഥാനങ്ങൾക്കും പുതിയ നിരക്കുകൾ ബാധകമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പുതിയ GST നിരക്ക് പരിഷ്കരണം സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. ദൈനംദിന ഉപയോഗ വസ്തുക്കൾ മുതൽ കാറുകളുടെ വരെ വില കുറയും. പാൽ, പനീർ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ GST ആണ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി മുതൽ നെയ്യ്, കശുവണ്ടി, വെണ്ണ, ചോക്ലേറ്റ്, ബദാം, ബിസ്ക്കറ്റ്, സൂപ്പ്, കോൺഫ്ലേക്സ്, ജാം, ഐസ്ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് എന്നിവയുടെ നികുതി നിലവിലെ 12 മുതൽ 18% എന്ന നിരക്കിൽ നിന്ന് മാറി 5% ആകും. സിഗരറ്റ്, പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങൾ 40% എന്ന പ്രത്യേക GST സ്ലാബ് രൂപീകരിച്ച് അതിലേക്ക് മാറ്റും. ഇനി വില കുറയുന്ന മറ്റ് വസ്തുക്കൾ ഏതെല്ലാം എന്ന് നോക്കാം. റെഫ്രിജറേറ്റർ, TV, AC, ഫേസ് പൗഡർ, 2500 രൂപയ്ക്ക് താഴെയുള്ള പാദരക്ഷകൾ, ഓയിൽ, ഷാംപൂ, മെഡിക്കൽ ഉപകരണങ്ങൾ, ബുക്ക്, ക്രയോൺസ്, പെൻസിൽ തുടങ്ങിയവയുടെ വില കുറയും. കാർഷിക ഉപകരണങ്ങളുടെ GST 12% മുതൽ 18% വരെ കുറച്ചിട്ടുണ്ട്. സിമന്റിന്റെ നികുതി 5% ആക്കിയിട്ടുണ്ട്. കൂടാതെ ചെറു കാറുകളുടെയും 350cc വരെ എഞ്ചിൻ ശേഷിയുള്ള 2 വീലറുകളുടെയും GST 28 നിന്ന് 18% ആക്കി കുറച്ചു. എന്നാൽ മറ്റ് വാഹനങ്ങളുടെ നികുതി 28 നിന്ന് 40% ആക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ടയറുകൾ, ലൂബ്രിക്കന്റുകൾ, സ്പെയർ പാർട്സ് തുടങ്ങിയവയുടെ വില കുറയും. ഈ ഉത്പന്നങ്ങളുടെ GST 28% നിന്ന് 18%, 5% കുറയുന്നത് വാഹന മേഖലയ്ക്ക് വലിയ ആശ്വാസകരമാണ്. ആരോഗ്യ മേഖല, പ്രമേഹ മരുന്നുകളുടെയും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുടെയും വില കുറയുന്നതും സാധാരണക്കാർക്ക് ആശ്വാസകരമാകുമെന്നാണ് വിലയിരുത്തൽ. കരകൗശല വസ്തുക്കൾ, മാർബിൾ, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ, ഇന്റർമീഡിയറ്റ് ലെതർ ഗുഡ്സ് എന്നിവയുടെ നിരക്കുകൾ 12% നിന്ന് 5% കുറച്ചു. FMCG, ഫാർമ മേഖലകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത മെഥനോളിന്റെ നിരക്കും 5% താഴ്ത്തിയിട്ടുണ്ട്. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ GST ഇനി ഉണ്ടാകില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന 56ാമത് യോഗമാണ് ഇളവുകൾക്ക് അംഗീകാരം നൽകിയത്.